സെക്കൻഡ് പാർട്ടുണ്ട്. വരുമ്പോൾ അറിയാം എങ്ങനെ ആവുമെന്ന്. അത്ര അങ്ങോട്ട് ഹിറ്റ് ആയിട്ടില്ല ഇവിടെ. അത് നമ്മൾ ഒരു 3 വരെ ഷോയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 5 പേർക്ക് വേണ്ടി മാത്രം ഷോ ഇന്ന് ഇട്ടത്. മൂവി കൊള്ളാം. പിന്നെ ഒറിജിനൽ ലാംഗ്വേജ് ഇത് തെലുങ്കോ കന്നഡയോ എന്തോ ആണ് തോന്നുന്നത്, കറക്റ്റ് അറിയത്തില്ല. ഒരു ഡബിങ്ങിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ക്ലൈമാക്സ് ബെറ്റർ ആയിട്ട് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടുണ്ട്. വരുമ്പോൾ അറിയാം എങ്ങനെ ആവുമെന്ന്. ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ ഹൈപ്പ് ഉണ്ടാകാൻ കാരണം DQ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ഹൈപ്പേ ഉള്ളൂ. വന്നപ്പോൾ നമ്മൾ ഒരു 3 വരെ ഷോയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് നടക്കുന്നൊരു 80s 70s കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് പിന്നെ അവരുടെ മേക്കിംഗ് സ്റ്റൈൽ അറിയാമല്ലോ, അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാലും കൊള്ളാം, മൂവി കണ്ടുകൊണ്ടിരിക്കുക, വാച്ചകളാണ്. കണക്ട് ആവാൻ ചാൻസ് കുറവാണ്. ഇതുപോലെ മുമ്പ് ഒരു പടം വന്നിട്ടുണ്ടായിരുന്ന പടത്തിങ്കല വാരം, അത് അത്ര അങ്ങോട്ട് ഹിറ്റ് ആയിട്ടില്ല ഇവിടെ. അതൊരു ഫീൽ തന്നെയായിരിക്കും ഈ പടത്തിനും ഉണ്ടാവാൻ ചാൻസ്. ത്രില്ലറാണ്. ത്രില്ലർ ക്ലൈമാക്സ് ഒരു വേറെ രീതിയിലാണ് കഥ പറയുന്നത്. കൊള്ളാം, വാച്ചബിളാണ്, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. നല്ലൊരു മൂവി തന്നെയാണ്. പടത്തിന് ആളില്ലായിരുന്നു കേട്ടോ. പടത്തിന് വേറെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ ടോട്ടലായിട്ട്. ഞങ്ങൾ വേറെ 3 പേരും പിന്നെ ഓൺലൈൻ ബുക്ക് ചെയ്ത 2 പേരും. ഈ 5 പേർക്ക് വേണ്ടി മാത്രം ഷോ ഇന്ന് ഇട്ടത്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കണ്ടിട്ടിറങ്ങാൻ പറ്റും. അത് തന്നെ, കണ്ടിട്ടിറങ്ങാൻ പറ്റും. നല്ലൊരു മൂവി തന്നെയാണ്. പക്ഷേ എങ്ങനെ യൂത്തിനൊക്കെ പെട്ടെന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓഡിയൻസ് പെട്ടെന്ന് ഇങ്ങനെ കയറണമെന്നില്ല. ഈ ഒരു പിന്നെ ഡബിങ്ങും ഭയങ്കര മോശമാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി ത്രില്ലറാണ് പടം. ഒരു ത്രില്ലറാണ്. ക്ലൈമാക്സ് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും വേറെ ടൈപ്പാണ് ക്ലൈമാക്സ് വന്നിട്ട്. ആളെന്നൊരു പുതിയ ന്യൂ ആർട്ടിസ്റ്റ് എന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.